നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യ AI മിഷനുമായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണിത്. ഇവൻ തോ അതിന്റെ ഹെഡിങ് ഈ പറഞ്ഞ ഇന്ത്യ AI മിഷൻ എന്നല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ മനസ്സിലാക്കേണ്ട ടോപ്പിക് ഈ ഇന്ത്യ AI മിഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു ന്യൂസ് വരാൻ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ റീസെന്റ് നിങ്ങൾ ഡീപ് സീക്ക് എന്നൊക്കെ പറയുന്ന ഓരോ ആർട്ടിഫിഷ്യൽ AI മോഡൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചൈനയുടെ ഓരോ മോഡൽസ് ആണ്, ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് കമ്പയർ ടു ഓപ്പൺ AI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും. അപ്പൊ ആ മേഖലയിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സോവറിനായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് ഒരു AI പ്ലാറ്റ്ഫോം ജനറേറ്റ് ചെയ്യണോ എന്നുള്ളൊരു ആലോചന ഇപ്പൊ നടക്കുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് ആ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സയൻസ് മിനിസ്റ്റർ ഈ പറഞ്ഞ പോലെ യൂണിയൻ സയൻസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ പറയുകയുണ്ടായി, ഇന്ത്യ ഈ പറഞ്ഞ പോലെ അടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു AI മോഡലുമായിട്ട് അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ട് ഇന്ത്യ വരും എന്നുള്ള കാര്യം ജനറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഇന്ത്യ AI മിഷനുമായിട്ട് ചേർന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇന്ത്യ AI മിഷൻ നമുക്ക് വരാൻ പോകുന്ന പ്രിലിംസിനും അതേപോലെ മെയിൻസിനും വളരെ പ്രാധാന്യം അറിയിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ ടോപ്പിക് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ടെക്നോളജിയുടെ പെർസ്പെക്ടീവിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഗവർണേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗവർണർ ഈ പറഞ്ഞ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 200 കുറിച്ചിട്ട് സുപ്രീം കോടതിയുടെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സോ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിഫൻസിന്റെ പെർസ്പെക്ടീവ് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. പിന്നാക്കം മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഇടപാടുകളും കാര്യങ്ങളും മീൻസ് കരാർ ഗവൺമെന്റ് ഒപ്പിടാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. ആ ഒരു ടോപ്പിക്ക് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിലാണ് മൂന്നാമത്തെ ടോപ്പിക്കും പഠിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ മൂന്ന് ടോപ്പിക്കും പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു മോഡൽ MC കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതായിരുന്നു ആ ഒരു AI മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആർട്ടിക്കിൾ. ഷുഡ് ഇന്ത്യ ബിൽ എ സോവറിൻ ഫൗണ്ടേഷണൽ AI മോഡൽ എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിന് പ്രധാനമായിട്ടും ഒരു ഒരു എന്താ പറയുക ഒരു കോൺവെർസേഷൻ ഒരു ഇന്റർവ്യൂ പോലെയാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്റ്റിൽ പറയുന്നുണ്ട്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു മോഡൽ വേണം, മീൻസ് ജസ്റ്റ് ലൈക്ക് ഓപ്പൺ AI അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയുടെ ഈ ഒരു ഡീപ് സീക്ക് പോലെ ഈ പറഞ്ഞ പോലെ ഒരു സ്വന്തമായിട്ടുള്ള അതാണ് ഈ സോവറൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു AI മോഡൽ വേണം എന്ന വാദങ്ങളും വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു മോഡലിന്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെറിയ മാറ്റങ്ങൾ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി നമ്മുടേതായ രീതിയിൽ അതിന് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ അനുസരിച്ചിരിക്കണം. ബിക്കോസ് നമുക്ക് ബോത്ത് പോസിറ്റീവ്സും അതുപോലെ നെഗറ്റീവ്സും സ്വന്തമായിട്ട് ഉണ്ടാകുന്നതിന്റെ പോസിറ്റീവ്സും അല്ലാതെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കുറച്ച് പറഞ്ഞുതരാം. അതായത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു AI മോഡൽസിൽ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു US-ന്റെയും ചൈനയുടെ ഒരു ലൈക്ക് ഓഫ് ടെക്നിക്കൽ വാർ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇത്രയും നാളും നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന AI മോഡൽസ് അല്ലെങ്കിൽ ടൂൾസ് എന്നൊക്കെ പറയുന്ന ഏകദേശം തന്നെ ഓൺ ചെയ്തിരുന്ന US ബേസ്ഡ് കമ്പനീസ് ആണ്. ഉദാഹരണത്തിന് ChatGPT ഓപ്പൺ AI എന്ന് പറയുന്ന US ബേസ്ഡ് കമ്പനി ഓണർഷിപ്പിലാണ്. അതുപോലെ മെറ്റ AI എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ ഒക്കെയാണ് മെറ്റ AI എന്ന് പറയുന്ന AIയുടെ ബേസിക് മോഡലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗൂഗിളിന്റെ ജെമിനി ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും ആളുകൾ ഇപ്പം വേൾഡ് വൈഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന AI മോഡൽസ് ഒക്കെ തന്നെ നോക്കുവാണെങ്കിൽ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിനെയാണ്. അപ്പൊ കൃത്യമായിട്ടും ഈ മേഖലയിൽ US-ന്റെ ഒരു എന്താ പറയുക ഒരു മോണോപ്പൊളി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിലനിന്നിരുന്നത്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള AI മോഡൽസ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള കോസ്റ്റ് ഇൻവോൾവ്മെന്റ് ആണ്. ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഇങ്ങനെയുള്ള AI മോഡൽസ് ഒക്കെ തന്നെ ജനറേറ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള AI മോഡൽസിന് ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന ഒരു പോയിന്റ് എവിടെയെന്ന് വെച്ചാൽ GPUs ആണ്, ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്സ് ആണ് മെയിൻലി ഇതിന്റെ കോസ്റ്റ് വരുന്നത്. ഫുൾ കോസ്റ്റ് മീൻസ് നല്ലൊരു പെർസെന്റേജ് ഒരു 70% ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഈ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്സുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രത്തോളം ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്സ് സ്ട്രെങ്ത് ഇല്ലാത്ത പ്രോസസിംഗ് യൂണിറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡേറ്റാസ് ഒക്കെ തന്നെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡേറ്റാസ് ആണ് ഒറ്റ സെക്കൻഡിൽ ഈ പറഞ്ഞ പ്രോസസ് ചെയ്തെടുക്കുന്നത്. അത്രയും പ്രോസസിംഗ് ഒന്നും കേപ്പബിൾ ആകത്തില്ല നോർമൽ GPUs ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള GPUs ഒക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മോഡൽസ് ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മോഡൽസ് ഒരുപാട് കോസ്റ്റ് ഡെവലപ്മെന്റ് കോസ്റ്റ് കൂട്ടി നിൽക്കുന്നത്. എന്നാൽ ഈ ധാരണകളെ ഒക്കെ തന്നെ തകർത്തുകൊണ്ടിട്ടാണ് റീസെന്റ് ചൈനയിലെ ഒരു സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി അവർ ഇപ്പോൾ ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു AI മോഡൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡീപ് സീക്ക് AI മോഡലിന് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ChatGPT ഒക്കെ നിർമ്മിക്കുന്നതിന്റെ പകുതിയുടെ പകുതി പൈസ പോലുമാണ് ഇതിന് ചെലവായിട്ടുള്ളൂ. അത്രത്തോളം ഈ പറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഇവർ ഈ ഒരു മോഡലിനെ ഡെവലപ്പ് ചെയ്തു. അതും കൂടുതൽ എഫിഷ്യന്റും ആണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മീൻസ് കമ്പയർ ടു ChatGPT ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര ലോ കോസ്റ്റിൽ നിർമ്മിച്ച ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം ChatGPT കാര്യം വളരെ എഫിഷ്യന്റ് ആണ്. എഫിഷ്യന്റ് ഇൻ ദ സെൻസ് ഈ പറഞ്ഞ പോലെ അവർ ഉപയോഗിച്ചിരുന്ന അവർ പണ്ടുള്ള ധാരണ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കൂടി അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള GPUs ഒക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് AI മോഡൽസ് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ധാരണ എന്ന് പറയുന്നത്. പക്ഷേ ഓൾറെഡി പണ്ട് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ എന്താ പറയാ പുതിയ മോഡൽ GPUs അല്ലാതെ ഓൾറെഡി ഉണ്ടായിരുന്ന ഗ്രാഫിക്സ് കാർഡുകളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന കമ്പനി അവരുടെ ആ ഒരു AI മോഡൽ ഈ പറഞ്ഞ പോലെ ജനറേറ്റ് ചെയ്തെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള നീക്കമായി ഇപ്പോൾ ഈ ഡീപ് സീക്കിന്റെ വരവോടുകൂടി അങ്ങനെ വന്നതാണ്. ഇപ്പം ഗ്ലോബലി പറയുവാണെങ്കിൽ ChatGPT മീൻസ് ഓപ്പൺ
ഓപ്പൺ എയുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാം റിലവൻസ് പതുക്കെ പതുക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഈ മോഡൽസ് ഒക്കെ നമുക്കറിയാം പെയ്ഡ് മോഡൽസ് ആണ്. US ബേസിലുള്ള കമ്പനീസിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ പെയ്ഡ് മോഡൽസ്. ChatGPT ആണ് നമുക്കറിയാം അത്യാവശ്യം ബേസിക് ലെവൽ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഉപയോഗിക്കുന്നുള്ളത്. അഡ്വാൻസ് ലെവൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. എന്തിനാണ് ഈ കമ്പനികൾ പേയ്മെന്റ് മേടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും കോസ്റ്റ് മുടക്കിയത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈക്ക് എംപ്ലോയീസിന് അത്ര ഹ്യൂജ് എമൗണ്ട് സാലറിയും ഇപ്പറ എല്ലാം കൊടുത്തിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവർക്ക് റിട്രീവ് ചെയ്തെടുക്കണം. അതിന്റെ ഭാഗമായിട്ട് അവരുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, മീൻസ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഈ AI മോഡൽ ഓപ്പൺ സോഴ്സ് ആണ്. വിച്ച് മീൻസ് ആളുകൾക്കെല്ലാം തന്നെ അത് സൗജന്യമായിട്ട് എടുക്കാം. എടുത്തിട്ട് ഈ പറഞ്ഞാൽ അത് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടേതായ രീതിയിൽ അതിന് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു റവല്യൂഷണറി നീക്കം ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡീപ് സീക്ക് നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഇപ്പം US-ന്റെയും ആ ഒരു മോണോപ്പൊളി എന്നുള്ള സിറ്റുവേഷൻ തകർത്തുകൊണ്ടിട്ട് ഇപ്പൊ ആ മേഖലയിലേക്ക് ചൈന എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഗ്ലോബലി തന്നെ രാജ്യങ്ങൾക്കിടയിൽ ഒരു എന്താ പറയാ അവർക്കിടയിലെ ശക്തി തെളിയിക്കാൻ ടെക്നോളജിക്കൽ പവർ തെളിയിക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ട് ഇപ്പം ഈ AI എന്ന് പറയുന്ന ടൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റേസിലേക്ക് ഇന്ത്യയും കൂടെ എൻ്റർ ചെയ്യണോ എന്നതാണ് ഇപ്പോൾ ചർച്ചകളാകുന്നത്. ബിക്കോസ് നമ്മൾ ഒരു സൂപ്പർ പവർ കൺട്രി ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ടെക്നിക്കലി ഒട്ടും ബാക്കിലാകാൻ പാടില്ല. വി ഷുഡ് ബി ഓൾസോ ഇൻ ദാറ്റ് റേസ് എന്നുള്ളൊരു ഈ പറഞ്ഞ ആവശ്യകത പലയിടങ്ങളിലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ചുള്ള വാദങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് ഇപ്പം ഡീപ് സീക്ക് എന്നൊക്കെ പറയുന്ന ഓപ്പൺ AI ആണ്. അതായത് ഈ പറഞ്ഞാൽ നമുക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അത് ചെയ്താൽ പോരെ. ഇപ്പം തൽക്കാലത്തേക്ക് എന്തിനാണ് ഇത് ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ പോലും ചെറിയ കോസ്റ്റ് അല്ല അതിന് വന്നിട്ടുള്ളത്. കമ്പയർ ടു ഓപ്പൺ AI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ChatGPT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ കോസ്റ്റ് എന്നുള്ളൂ. ഡീപ് സീക്കിന് പോലും പലപ്പോഴും പറയാറുള്ളത് $5.6 മില്യൺ ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ചെറിയ തുകയൊന്നുമല്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഇത്രയും തുക ഈ പറഞ്ഞ പോലെ മുടക്കി AI മോഡൽസ് നിർമ്മിക്കുന്നത്? ഇതുപോലുള്ള ഓപ്പൺ AI നമുക്ക് അവൈലബിൾ ആയപ്പോൾ ആകുന്ന സാഹചര്യത്തിൽ അത് ഉപയോഗിച്ചിട്ട് മീൻസ് അതിനകത്ത് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്ത്യയുടേതായ രീതിയിൽ അതിനെ മാറ്റങ്ങൾ വരുത്തി മോഡിഫിക്കേഷൻ വരുത്തി അത് നമുക്ക് ഉപയോഗിച്ചാൽ പോരെ, കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിലേക്കും ഒരു ചർച്ചകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് വശങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഇന്ത്യ AI എന്നുള്ള മിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തയുണ്ടായിരുന്നു. ഇന്ത്യ ഈ AI മിഷനിൽ ഉൾപ്പെടുത്തി ഈ പറഞ്ഞ നമ്മൾ ലാർജ് ലാംഗ്വേജ് മോഡൽ മീൻസ് ആർട്ടിഫിഷ്യൽ AI മോഡൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇനിഷ്യൽ പാർട്ടായിട്ട് ഗവൺമെന്റ് 10,370 കോടി രൂപ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ ഡീപ് സീക്കിന്റെ ഒക്കെയാണ് അതിന്റെ പ്രചോദനമായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ AI മിഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു എസ്റ്റാബ്ലിഷ് എ റോബസ്റ്റ് AI കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ടു സപ്പോർട്ട് ദ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് AI സിസ്റ്റംസ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ സ്വന്തമായിട്ടുള്ള ഒരു AI കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ത്യ AI മിഷന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയപ്പെടുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ചില നീക്കങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഈ പറഞ്ഞ 18,693 ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് GPUസിന് ഗവൺമെന്റ് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. 10 കമ്പനികളിൽ നിന്നായിരിക്കും ഇത്രയും അധികം ഹൈ എൻഡ് ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഗവൺമെന്റ് അക്വയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് തന്നെ ഒരു നല്ലൊരു കോസ്റ്റ് വരുന്നതാണ്. ഇനീഷ്യലി നല്ലൊരു കോസ്റ്റ് വരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇനീഷ്യലി ഇത്രയും കോടി രൂപ ഗവൺമെന്റ് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ് വെച്ചിട്ട് ഗവൺമെന്റ് ഈ ഇന്ത്യ ആർട്ടിഫിഷ്യൽ AI മോഡൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയും അത് ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള AI ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ AI ഡെവലപ്പേഴ്സിന് അവരുടെ പ്രോഗ്രാം ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതിനുള്ള ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്സുകൾ ഉപയോഗിക്കാം. ഇതിന്റെ ഭാഗമായിട്ട് അവർ ചെറിയ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതായത് നോർമലി പറയുവാണെങ്കിൽ ഹൈ എൻഡ് GPUസിന് 150 പെർ അവർ എന്നുള്ള റേറ്റ് ആണ് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്. ലോവർ എൻഡ് ആണ് മതിയെങ്കിൽ 115 എന്നുള്ള പെർ അവർ വെച്ചിരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് സബ്സിഡീസ് കൂടി ഉണ്ടാവും. 40% ഗവൺമെന്റ് സബ്സിഡീസ് ഉണ്ടാവും. ഫോർ സ്റ്റാർട്ടപ്സ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സബ്സിഡി ഉണ്ടാവും. അത് വെച്ച് കഴിയുമ്പോഴേക്ക് ഒരു കോമ്പറ്റീവ് പ്രൈസിംഗ് ലൈക്ക് ഈ പറഞ്ഞ ഒരു GPUs പെർ അവർ ഉപയോഗിക്കാനായിട്ട് $2.5 to $3 പെർ അവർ റേറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ അതിൽ നിന്നും ഈ പറഞ്ഞ $1 പെർ അവറിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ചീപ്പർ ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് ഇങ്ങനെയൊക്കെ തുകകൾ മീൻസ് കോസ്റ്റ് വരുന്നതുകൊണ്ടിട്ടാണ് പലപ്പോഴും ഈ AI മോഡൽസ് അവരുടെ യൂസേജിന് വേണ്ടി യൂസർ ഫീസ് ഗവൺമെന്റ് മീൻസ് യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഗവൺമെന്റ് സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാരണം കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഡെവലപ്പേഴ്സിന് ഈ GPUs ഒക്കെ തന്നെ ഉപയോഗിച്ച് അവരുടെ AI മോഡൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നിലവിൽ ഈ പറഞ്ഞ 18 സെക്ടേഴ്സിനെ ഈ പറഞ്ഞ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവർക്കായിരിക്കും പ്രയോറിറ്റി. ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്കും അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആയിരിക്കും തുടക്കത്തിൽ ഈ GPUs ഒക്കെ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ മേഖലയിലും ലേണിംഗ് ഡിസേബിലിറ്റീസ് ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെയുള്ള തരത്തിൽ അതായത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന മേഖലകളിലെ വർക്ക് ചെയ്യുന്ന AI ടൂളുകൾക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന റിസർച്ച് ഓർഗനൈസേഷൻസിനൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് ഇന്ത്യ AI മിഷനകത്ത് പ്രാധാന്യം കൊടുക്കുന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ഇന്ത്യ ചെയ്യുന്നത്? റീസൺസ് ഫോർ ഇന്ത്യ ഇൻവെസ്റ്റിംഗ് ഇൻ AI ഡെവലപ്മെന്റ്. എന്തിനാണ് ഇങ്ങനെ ഇന്ത്യ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു സോവറിൻ മോഡൽ ജസ്റ്റ് ലൈക്ക് ചൈനയുടെ ഡീപ് സീക്ക് പോലെ അല്ലെങ്കിൽ US-ന്റെ ChatGPT പോലെ എന്തിനാണ് ഇങ്ങനെ ഒരു AI മോഡൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് AI വിൽ ബി എമർജിംഗ് ആസ് എ കീ ഡ്രൈവർ ഓഫ് ഇന്നോവേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ദ നിയർ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഇന്നോവേഷന്റെയും അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിനെ പ്രധാനപ്പെട്ട ഡ്രൈവർ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന AI മോഡൽസ് തന്നെയായിരിക്കും. അതുവഴി ഈ പറഞ്ഞ പോലെ
നമുക്ക് സ്വന്തമായിട്ടൊരു എ മോഡൽ ഉണ്ടെങ്കിൽ വി കുഡ് റെഡ്യൂസ് ദ ഡിപെൻഡൻസി ഓൺ ഫോറിൻ എ മോഡൽസ്. ഇപ്പോൾ ഫോറിൻ എ മോഡൽസിനെ നമുക്ക് അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പൊ നമ്മൾ എ മോഡൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ചാറ്റ് ജി പി ടിയും അങ്ങനെയൊക്കെ ഓപ്പൺ എയുടെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പം ഉപയോഗിക്കുവാണെങ്കിൽ ഡീപ് സീക്കിന് ഉപയോഗിച്ച് തുടങ്ങും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഫോറിൻ എൻറ്റിറ്റീസിന് ഫോറിൻ എ മോഡൽസിന്റെ ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോവറിനിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുവഴി ഇന്ത്യയുടെ സെക്യൂരിറ്റി, കാരണം ഈ മോഡൽസ് ഒക്കെ തന്നെ അതിന്റെ കൺട്രോൾ വിദേശത്തായിരിക്കും, അതിന്റെ സെർവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഡേറ്റാസ് അവിടെ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്വന്തമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേ മോഡൽസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റി, ഡേറ്റ പ്രൈവസി എന്നുള്ളൊരു പോയിന്റ് നമുക്ക് അവിടെ കീപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് സെക്യൂരിറ്റി, സോവറിനിറ്റി ഒക്കെ തന്നെ നമുക്ക് അവിടെ കീപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് മൾട്ടി ലിംഗ്വൽ എ കേപ്പബിലിറ്റീസ്. അതായത് ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ ഈ എയുടെ മോഡൽസ്, ഇപ്പം ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ പറയുവാണ്. പക്ഷേ ആ ഒരു ലാംഗ്വേജ് ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും അറിയണം നിർബന്ധമില്ല. റീജിയണൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് ചിലപ്പോൾ എഫക്റ്റീവ് ആകണം നിർബന്ധമില്ല. ഇവിടെ ഈ പറഞ്ഞ ഇന്ത്യ സ്വന്തമായിട്ട് എ മോഡൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ സപ്പോർട്ട് മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ്. പല ഭാഷകളിൽ ഈ പറഞ്ഞ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എ മോഡൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ കാറ്റർ ഇന്ത്യസ് ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. ആൻഡ് ദെൻ എൻഹാൻസ് കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഈ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ എ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ തന്നെ അത് കൂടുതൽ സഹായകരമായി മാറും. അതുവഴി പറഞ്ഞ ഗ്ലോബൽ എ അഡ്വാൻസ്മെന്റ് ആ ഒരു റേസിലേക്ക് ഇന്ത്യയും ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആയിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. Then ഇതിലേക്ക് ഒരുപാട് ചലഞ്ചസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏകദേശം 10,000 കോടി രൂപ മുടക്കി 18,000 ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ വാങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു. ആക്ച്വലി ഇതൊന്നും മതിയാകത്തില്ല. ബിക്കോസ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇത്രത്തോളം ബൾക്ക് ഡേറ്റ ഉള്ള രാജ്യമാണ്, ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. അപ്പൊ ഇത് വൺസ് പോപ്പുലറൈസ് ആയി കഴിയുമ്പോഴേക്കും ഒരുപാടധികം ആളുകൾ ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്സ്, ഇത്രയും ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്സ് ഒന്നും നമുക്ക് മതിയാകത്തില്ല. ഒരുപാടാണ് നമുക്ക് ആവശ്യമായിട്ട് മാറിയേക്കാം. അല്ലെങ്കിൽ നമ്മൾ അത് ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ, അതിന്റെ എണ്ണമൊക്കെ തന്നെ നമ്മൾ ഇനീഷ്യലി ഇംപ്രൂവ് ചെയ്തില്ല എങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഹാങ് ഒക്കെ ആകാനായിട്ട്. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ നമ്മൾ പഴയ ഫോണൊക്കെ ഉപയോഗിക്കും, ഹാങ് ആകൂല ഒരുപാട് ഇപ്പൊ ഡേറ്റാസ് എൻട്രി ചെയ്യുമ്പോഴേക്കും. അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സീംലെസ് ആയിട്ടുള്ള ജി പി അവൈലബിലിറ്റിയും പ്രോസസിംഗ് കപ്പാസിറ്റി ഒക്കെ നടക്കാതെ വന്നേക്കാം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. പിന്നെ സ്കിൽഡ് വർക്ക് ഫോഴ്സ് ആവശ്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എ മോഡൽസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഹൈ ക്വാളിറ്റി എ മോഡൽസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള റിസർച്ചേഴ്സിനെയും ഡെവലപ്പേഴ്സിനെയും ഒക്കെ തന്നെ ആവശ്യമാണ്. അപ്പൊ അത് കറന്റ് നമുക്ക് പറയുവാണെങ്കിൽ കുറച്ച് ലാക്ക് ആണ്. ഇനി പറഞ്ഞ റെഗുലേറ്ററി ഫ്രെയിംവർക്സ്, അതായത് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള എ മോഡൽസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴേക്കും വരുന്ന ഒരു പ്രശ്നമാണ് എ എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡേറ്റ പ്രൈവസി, സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്, ഇതൊക്കെ ബ്രേക്ക് ആകുമോ എന്നുള്ള കാര്യത്തിലേക്ക് വളരെ വളരെ കൺസേൺ ആണ്. അപ്പൊ ആ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്സ് നമുക്ക് നിലവിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലില്ല. അപ്പൊ അതൊക്കെ നമുക്കൊരു ചലഞ്ചസ് ഇൻ നിയർ ഫ്യൂച്ചർ ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. ഇത്രയും ചലഞ്ചസിനൊക്കെ നമുക്ക് ഒഴിവാക്കി കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു ടെക്നിക്കൽ മേഖലയിൽ ഇന്ത്യ പുറകാകാൻ പാടില്ല. ആ ഒരു റേസിൽ ഇന്ത്യയും കൃത്യമായിട്ട് പങ്കാളിയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ഒരു എ മോഡൽ ഉള്ളത് നല്ലതാണ്. പക്ഷേ ഫോർ ദ ടൈം ബീങ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഈ പറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ രീതിയിൽ ആപ്ലിക്കേഷൻസ് എ മോഡൽസ് ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നു ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ബട്ട് നിയർ ഫ്യൂച്ചർ എന്താ ഫാർവേ നോക്കുമ്പോഴേക്കും സ്വന്തമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു സോവറിൻ ആയിട്ടുള്ള ഒരു എ മോഡൽ ഉള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ്. ബിക്കോസ് ഓൺ ദ പെർസ്പെക്ടീവ് ഓഫ് സെക്യൂരിറ്റി വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ. വാട്ട് വാസ് ഗ്രോസ് അബൌട്ട് ദ 12 ബിൽസ് കെപ്റ്റ് പെൻഡിംഗ് ഫോർ 3 years സുപ്രീം കോർട്ട് ടു തമിഴ്നാട് ഗവർണർ എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഒരുമിച്ചാണ് ഇതിനകത്ത് വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഈ രണ്ട് സംസ്ഥാനങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പം കേന്ദ്രത്തിൽ ഈ പറഞ്ഞ പോലെ ബില്ല് പാസ്സാകണമെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾ പ്രസിഡന്റ് ഒപ്പുവെക്കണം എന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ബില്ലുകൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ ഗവർണറും കൂടെ ഒപ്പുവെക്കണം. അപ്പൊ ഇവിടെ പലപ്പോഴും ഗവർണർ എന്ന് പറയുന്ന സെൻട്രലിന്റെ ഒരു ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഗവർണേഴ്സും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് പാർട്ടീസ് മീൻസ് രണ്ട് വ്യത്യസ്ത പാർട്ടികളാകുമ്പോഴേക്കും അവിടെ ഈ പറഞ്ഞ ടസിൽ വഴക്കുകളും കാര്യങ്ങളല്ലെങ്കിൽ ബില്ലുകൾ പ്രോപ്പറായിട്ട് പാസ്സാകാതെ വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ ഏകദേശം 12 ബില്ലുകളാണ് ഏകദേശം 3 വർഷമായിട്ട് പെൻഡിംഗ് ആക്കി ഗവർണറോട് വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്, ആ ഒരു ആർട്ടിക്കിൾ 200-നെ കുറിച്ചിട്ട്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 200 ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും വാർത്ത വന്നിരിക്കുന്നത് നമുക്ക് പ്രിലിംസ് ആയിട്ട് പഠിക്കേണ്ടുള്ളൂ. സോ ആർട്ടിക്കിൾ 200 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 200 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഔട്ട്ലൈൻസ് ദ പ്രോസസ് ഫോർ എ ബിൽ പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ് ടു ബി പ്രസന്റഡ് ടു ദ ഗവർണർ ഫോർ അസെന്റ്. അപ്പം ഗവർണറിന്റെ മുമ്പാകെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ബില്ലുകൾ അസെന്റായിട്ട് കീപ്പ് ചെയ്യുന്നു. ഇങ്ങനെ വെക്കുന്ന ബില്ലുകൾ മേലെ
ഗവർണർക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം? ഗവർണർ മേ എയ്തർ അസെന്റ്, അതായത് മീൻസ് ഓക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗവർണർ ക്യാൻ വിത്ത് ഹോൾഡ് അസെന്റ്, അതായത് ഒപ്പിടാതെ മാറ്റിവെക്കാം, ഓർ റിസർവ് ദ ബിൽ ഫോർ കൺസിഡറേഷൻ ബൈ ദ പ്രസിഡന്റ്, അതായത് പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ ആയിട്ട് ബില്ല് മാറ്റിവെക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഗവർണർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു ബില്ലിന്മേൽ. ഒന്നെങ്കിൽ ഒപ്പിടാം, മീൻസ് ഗവർണർ ക്യാൻ ഗീവ് ഹിസ് അസെന്റ്. രണ്ടാമത് വിത്ത് ഹോൾഡ് അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് റിസർവ് ദ ബിൽ ഫോർ കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഈ വിത്ത് ഹോൾഡ് അസെന്റ് ഉണ്ടല്ലോ, ഗവർണർക്ക് ഒപ്പിടാതെ മാറ്റിവെക്കാം. ഇവിടെ ടൈം ലൈൻ പറഞ്ഞിട്ടില്ല, എത്ര നാൾ വരെ ഗവർണർക്ക് അങ്ങനെ ബില്ലിന്മേൽ ഒപ്പിടാതെ മാറ്റിവെക്കാന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ പ്രശ്നങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഗവർണേഴ്സ് ഒരുപാട് നാൾ, അന്തിമമായിട്ടുള്ള നാളുകളിലേക്ക് ഇപ്പോൾ ബില്ലുകളെ മാറ്റിവെക്കാറുണ്ട്. ഇവിടെയാണല്ലോ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. 12 മീൻസ് 3 വർഷമായിട്ട് 12 ബില്ലുകൾ മേൽ ഒപ്പിടാതെ ഗവർണർ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ചോദ്യം നടക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബില്ലുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് വളരെയധികം ലാക്ക് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. എക്കണോമിയിലെ മീൻസ് ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബില്ലുകളൊക്കെ ആണെങ്കിൽ ഗവർണർ ഒപ്പിടാതിരുന്നു കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് ജനങ്ങൾക്ക് കിട്ടാതെ പോകാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ ഗവർണർക്ക് ഈ പറഞ്ഞ എന്ത് ചെയ്യാൻ സാധിക്കും? ഗവർണർ മേ ഓൾസോ റിട്ടേൺ ദ ബിൽ വിത്ത് എ മെസ്സേജ് റിക്വസ്റ്റിംഗ് റീകൺസിഡറേഷൻ ബൈ ദ ഹൗസസ് ഓർ ഹൗസസ്. അതായത് ഈ പറഞ്ഞ പോലെ ഗവർണർക്ക് വേണമെങ്കിൽ ഒപ്പിടാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മീൻസ് ഒന്നുകിൽ വീണ്ടും കൺസിഡർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലേക്ക് തിരികെ അയക്കുകയും ചെയ്യും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, വിത്ത് ഹോൾഡ് അസെന്റ് എന്നുള്ളതാണ്. ഇതിനകത്ത് എന്ത് പറയുന്നില്ല, ടൈം ലൈൻ പറയുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ആർട്ടിക്കിൾ 200 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോസസ് ഫോർ എ ബിൽ ടു ബി പാസ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ് ടു ബി പ്രസന്റഡ് ടു ഗവർണർ ഫോർ അസെന്റിനെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ 200 പറയുന്നത്. ആ പോയിന്റ് കൃത്യമായിട്ടും പ്രിലിംസിന് അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെ വാർത്തയിലൊക്കെ ഉള്ള ഒരുപാട് പോയിന്റുകൾ നമുക്ക് പ്രിലിംസിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ആർട്ടിക്കിൾ. ₹10,147 crore വർത്ത് കോൺട്രാക്ട് സൈൻഡ് ഫോർ പിന്നാക്ക അമ്യൂണിഷൻ എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ടും വാർത്ത നടക്കുന്നത് പിന്നാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച്, പിന്നാക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ആണ് പ്രധാനമായിട്ടും വാർത്ത നിൽക്കുന്നത്. ആ ഒരു ടോപ്പിക്കാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഈ പിന്നാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ പറഞ്ഞ പോലെ കാർഗിൽ വാർ തൊട്ടിട്ട് ഇന്ത്യ യൂസ് ചെയ്ത് തുടങ്ങുന്ന ഈ പറഞ്ഞ പോലെ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ്. വിച്ച് വാസ് ബിൽഡ് ബൈ ഡിസൈൻഡ് ബൈ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ലബോറട്ടറി ഓഫ് DRDO. അപ്പൊ DRDOയുടെ നേതൃത്വത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ സക്സസ്ഫുള്ളി നമ്മൾ ഇത് ഉപയോഗിച്ചത് കാർഗിൽ വാറിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ആർമിയെ ഈ പറഞ്ഞ പോലെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളെ സക്സസ്ഫുള്ളി സഹായിച്ച ഒരു ഡിഫൻസ് എക്യുപ്മെന്റ് കൂടിയായിരുന്നു ഈ ഒരു പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 6 റോക്കറ്റ്സ് ആണ് അറ്റ് എ ടൈം ഈ പറഞ്ഞ പോലെ നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നു. അത് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഏകദേശം 700 × 500 സ്ക്വയർ മീറ്റേഴ്സിനെ നമുക്ക് 48 സെക്കൻഡ് കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രത്തോളം കേപ്പബിലിറ്റി ഉള്ള ഒരു റോക്കറ്റ് ലോഞ്ചർ ആണ് ഈ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പണ്ട് നേരത്തെ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിന്റെ എക്സ്റ്റൻഡഡ് റേഞ്ച് വേർഷൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് വെറും ഈ പറഞ്ഞ പോലെ 45 കിലോമീറ്റർ മാത്രമായിരുന്നു ഇതിന്റെ റേഞ്ച് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന്റെ റേഞ്ച് അപ്ഡേറ്റ് ചെയ്ത് 60 to 75 കിലോമീറ്റർ, 75 കിലോമീറ്റർ വരെ ഇതിന് മാക്സിമം റേഞ്ച് കൈവരിക്കാൻ സാധിക്കും. ആൻഡ് ദെൻ ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ ബേസിക്കലി ഒരു ട്രക്കിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് മൊബിലിറ്റി യൂസേജിന് വേണ്ടിയിട്ട് ട്രക്ക് എന്ന് പറയുന്ന ട്രക്കിലാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് മറ്റൊരിടത്തേക്ക് അതിന് എളുപ്പം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മൊബൈലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഏകദേശം ഇതിന്റെ റേഞ്ച് ഓർത്തിരിക്കുക. റേഞ്ച് ഒക്കെയാണ് പലപ്പോഴും പരീക്ഷ ചോദിക്കാറുള്ളത്. ഡിസൈൻ ചെയ്ത് ചോദിക്കാം. DRDOയുടെ നേതൃത്വത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 75 കിലോമീറ്റർ ആണ്. പണ്ട് ഇതിന് 45 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം പുതിയ വേർഷനകത്ത് 75 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഫിലിംസിന്റെ ഒരു ആർട്ടിക്കിൾ ആയിട്ട് തന്നെ പരിഗണിച്ചാൽ മതി. ഫിലിംസിന്റെ ഒരു ആർട്ടിക്കിൾ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. സോ മൂവിംഗ് ഓൺ ടു അവർ ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പിന്നാക്ക എക്സ്റ്റൻഡ് റേഞ്ച് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിനെ കുറിച്ചാണ്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.